രാജ്യസഭയിലേക്ക് പോയാൽ അവിടെ ഇന്ന് ഭരണ പ്രതിപക്ഷ ബഹളം രൂക്ഷമായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSSകാരെ നിയമിക്കുന്നുവെന്ന മല്ലികാർജ്ജുൻ ഖർഗെയുടെ പ്രസ്താവനയെ തുടർന്നാണ് ബഹളമുണ്ടായത്. ഖർഗെ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ ആരോപിച്ചു. ഖർഗെ മാപ്പ് പറയണമെന്നും ഭരണപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ചില സ്ഥാപനങ്ങൾ ദളിത് വിരുദ്ധ സിലബസ് പഠിപ്പിക്കുന്നുവെന്ന ഖർഗെയുടെ പ്രസ്താവന സഭാരേഖകളിൽ നിന്ന് നീക്കി. सर, चुनौती हमारे शैक्षणिक संस्थानों की ऑटोनॉमी और एकेडमिक फ्रीडम का लगातार कमजोर होते जा रहे हैं। विश्वविद्यालय सिर्फ डिग्री देने की जगह नहीं होती, वे नए विचारों, साइंटिफिक टेम्पर, शोध, स्वास्थ्य, बहस के केंद्र होते हैं। तो वे संकीर्ण सोच, अंधश्रद्धा या किसी एक विचारधारा को थोपने की जगह नहीं होती। लेकिन मोदी साहब आज RSS के लोगों को में उसको भर्ती करके वाइस चांसलर RSS पूछ के करते हैं। प्रोफेसर की भर्ती RSS के लोग होना, अरे उसको पढ़ना आता है क्या नहीं, या वो एक्सपर्ट है क्या नहीं। दूसरे कौम के कोई लड़के नहीं है, कोई प्राध्यापक नहीं है, सिर्फ RSS अटैच्ड लोग विश्वविद्यालय में भर्ती होते हैं। ये मनुस्मृति है, बड़े टाइम ले रहे, धन्यवाद करने के बाद इंटरव्यू कर रहे उनको। Garge ji, please conclude. Now already 15 minutes. तुम्हारे वजह से खराब हो रहा നോബിൾ മാരിക്കാരനാണ് ചേരുന്നത്. നോബിൾ, പരീക്ഷാ പേപ്പർ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തുടങ്ങിയതാണ്. ഒടുവിലിതാ വിവിധ വിഷയങ്ങളിൽ അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങൾ ഉയരുമ്പോൾ തന്നെ ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പരാമർശത്തിലാണ് ഭരണപക്ഷവും അതിന് പിന്നാലെ ബഹളം വയ്ക്കുന്നത് നമ്മൾ കാണുന്നത്. ഏതായാലും സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം പലതവണ തടസ്സപ്പെടുകയായിരുന്നു അല്ലേ നോബിൾ? വിനിത, രാജ്യസഭയിൽ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ബില്ലിൽ ചർച്ച പുരോഗമിക്കുമ്പോൾ വലിയ പ്രതിഷേധമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമായും കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത്. പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നു, അതോടൊപ്പം പല സർവകലാശാലയിലും ദളിത് വിരുദ്ധ സിലബസുകൾ പഠിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാണ്. ഇത് വലിയ തരത്തിൽ ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചു. JP നദ്ദ അടക്കമുള്ള ആളുകൾ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തേക്ക് വന്നു. രാജ്യത്തെ സമൂഹത്തെ വിഭജിക്കാനുള്ള ശ്രമമാണ് ഖർഗെ നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ രേഖകളിൽ നിന്ന് ഈ പരാമർശം നീക്കണം എന്ന് BJP ആവശ്യപ്പെട്ടു. അതിന് പിന്നാലെ സഭാരേഖകളിൽ നിന്ന് നീക്കുകയും ചെയ്തു. അതോടെ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷവും പ്രതിഷേധവുമായി രംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും നിലവിൽ കൊണ്ടുവന്ന ഈ ബില്ല് ഒരു തരത്തിലും ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പര്യാപ്തമല്ല എന്ന വിമർശനമാണ് മല്ലികാർജ്ജുൻ ഖർഗെ ഉയർത്തിയത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്ക് എതിരായ പ്രതിഷേധങ്ങളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം, അത്തരത്തിൽ രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ വിമർശനങ്ങളായി മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഭാഗത്ത് ഉയർന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ തുടരുന്ന മൗനം, മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണോ തുന്നിക്കെട്ടി വെച്ചിരിക്കുകയാണോ തുടങ്ങിയ പരാമർശങ്ങളും വിമർശനങ്ങളും മല്ലികാർജ്ജുൻ ഖർഗെ ഉയർത്തുകയും ചെയ്തു. വലിയ തരത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്നതായിരുന്നു മല്ലികാർജ്ജുൻ ഖർഗെയുടെ പരാമർശങ്ങളുടെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ കാരണം വിദ്യാർത്ഥികൾ ആത്മഹത്യ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ, യുവാക്കളൊക്കെ, വിദ്യാർത്ഥികളൊക്കെ തെരുവിൽ ഇറങ്ങി കേന്ദ്ര സർക്കാരിനെ വലിയ തരത്തിൽ സമ്മർദ്ദത്തിലാക്കി. കേന്ദ്ര സർക്കാരിന് ഭയം ഉണ്ടായി, സ്വന്തം കസേര പോകുമെന്ന സന്ദർഭം വന്നപ്പോഴാണ് നരേന്ദ്രമോദി ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് രാജിവെപ്പിച്ച നടക്കമുള്ള കാര്യങ്ങളും മല്ലികാർജ്ജുൻ ഖർഗെയുടെ പരാമർശങ്ങളിൽ ഉണ്ടായി. എന്താണെങ്കിലും സഭ പ്രക്ഷുബ്ധമായത് പല ഘട്ടങ്ങളിലും നിർത്തിവെക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ സഭയിൽ വലിയ ഭരണപക്ഷ പ്രതിപക്ഷ ബഹളമാണ് ഈ ചർച്ചയ്ക്കിടെ ഉണ്ടായി. ഇന്നലെ രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ ഉണ്ടായ സമാനമായി തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ രാജ്യസഭയിൽ സംസാരിച്ചപ്പോഴും സഭ പ്രക്ഷുബ്ധമായിരുന്നു. വിനീത, ശരി, നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങൾ നൽകിയത്.